ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് തെർമോസ്റ്റാറ്റ് വിത്ത് വരുന്ന ഡൈവർട്ടറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നും തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉപയോഗിക്കുന്നുണ്ടാകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഇത് ജാഗ്വറിൻ്റെ പ്രോഡക്ട്സുകളാണ് വന്നിരിക്കുന്നത്. തെർമോസ്റ്റാറ്റ് ആദ്യമേ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കുക. അതിനു മുമ്പ് ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ജാഗ്വറിൻ്റെ തന്നെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ MRP കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ 3-in-1 കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കുന്നത്. MRP വന്നിരിക്കുന്നത് 14,200 വന്നിരിക്കുന്നത്. അതായത് കൺസീൽഡ് തെർമോസ്റ്റാറ്റ് ഷവറാണ് വിത്ത് മിക്സഡ് 3-way ഡൈവർട്ടറാണ് വന്നിരിക്കുന്നത്. ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഡൈവർട്ടർ നമുക്ക് തിളച്ച വെള്ളം, അതായത് ചൂടുവെള്ളം നേരെ നമ്മുടെ സോളാറിൽ നിന്നൊക്കെ തിളച്ച വെള്ളം നമ്മൾ ഷവർ ഓൺ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടാൽ നേരെ തലയിലേക്ക് നമ്മുടെ തിളച്ച വെള്ളം നേരെ തലയിലേക്ക് വീഴും. അപ്പോൾ കുട്ടികളോ കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് ഡൈവർട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ അപകടം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് സാധാ ഡൈവർട്ടർ വരുന്നത്. സാധാ ഡൈവർട്ടർ നമുക്ക് ഉപയോഗിക്കാൻ കറക്റ്റായിട്ട് അറിഞ്ഞില്ലേ, അത് കുട്ടികളാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തലയിലേക്ക് ചൂടുവെള്ളം വന്ന് വീഴും. പിന്നീടുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് അങ്ങനെ ഒരു ഡ്രോബാക്സ് സാധാ ഡൈവർട്ടറിനുണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റ് നമ്മൾ യൂസ് ചെയ്യണം. തെർമോസ്റ്റാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഡിഗ്രിക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് അത്ര ഡിഗ്രിക്ക് മുകളിലേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു മാക്സിമം ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ചൂട് എന്ന് പറയുന്നത് മാക്സിമം ഒരു 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാക്സിമം നമ്മുടെ ശരീരം താങ്ങാൻ പറ്റുന്നത്. ആ ലെവലിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഡൈവർട്ടറിൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് സാധാരണ തെർമോസ്റ്റാറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്, രണ്ടാമത് നമ്മുടെ ഡൈവർട്ടറിൻ്റെ ഏരിയ വരുന്നത്. ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ ഏരിയ. ഇതിലാണ് നമ്മൾ ഈ പറയുന്ന ചൂട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബ് കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഔട്ടറിൽ വരുന്നുണ്ട്, അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഏരിയ ഇനി തൊട്ട് മുകളിൽ കാണുന്ന ഏരിയയാണ് നമ്മുടെ ഡൈവർട്ടറിൻ്റെ ഏരിയ. ഈ ഡൈവർട്ടറിൻ്റെ ഏരിയയിൽ നമുക്ക് സാധാരണ പോലെ തന്നെ 3 ഔട്ടാണ് വരുന്നത്. 3 ഔട്ട് 1, ഔട്ട് 2, ഔട്ട് 3 വരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമേ തന്നെ ഇതിൻ്റെ നോക്കുക, സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കോൾഡ് വാട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് തണുത്ത വെള്ളം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് നോക്കിയാൽ റൈറ്റ് സൈഡിൽ എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എച്ച് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ട് വാട്ടർ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സോളാറിൽ നിന്നോ ഹീറ്ററിൽ നിന്നോ ഹോട്ട് വാട്ടറും തണുത്ത വെള്ളവും നമ്മൾ അങ്ങോട്ട് മാറി കണക്ട് ചെയ്യുന്നു. രണ്ടിലും റൈറ്റ് സൈഡ് പച്ചവെള്ളവും ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളവും നമ്മൾ കണക്ട് ചെയ്തു. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വശം. ഇനി നമ്മൾ നോക്കുക ഇതിൻ്റെ സ്പൗട്ട്, അതായത് സ്പൗട്ട് എന്ന് മാർക്ക് ചെയ്തിട്ടില്ല. 3 ഔട്ടുകളാണ് കമ്പനി തന്നിരിക്കുന്നത്. ഈ 3 ഔട്ടുകൾ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ്, ഫസ്റ്റ് ഔട്ട്, രണ്ടാമത്തെ ഔട്ട്, ഇങ്ങനെ മൂന്നാമത്തെ ഔട്ട്, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ റോട്ടറി വ്യത്യാസമുണ്ട്. മുകളിലേക്ക് വരുന്ന ആദ്യത്തെ ഔട്ട് വരുന്ന റോട്ടറിയിൽ, രണ്ടാമത്തെ ഔട്ട് വരുന്ന റോട്ടറിയിൽ, മൂന്നാമത്തെ ഔട്ട് വരുന്ന റോട്ടറിയിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെർമോസ്റ്റാറ്റ് ഈ പറയുന്ന ലിവർ ഉണ്ടോ, ഈ ലിവറിൽ നമുക്ക് 38 ഡിഗ്രി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ചൂട് നമുക്കിത് 38 ഡിഗ്രി എന്ന് കറക്റ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഇതിൻ്റെ അകത്ത് ചൈൽഡ് ലോക്ക് പോലെയാണ്. ആ ലോക്ക് തിരിച്ചാൽ മാത്രമേ ആ ഡിഗ്രിയിൽ നിന്നും വ്യത്യാസപ്പെടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനേക്കാൾ 38 ഡിഗ്രിയിൽ എന്ന് പറയുന്നത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും പ്ലസ് മൈനസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. 38 ഡിഗ്രിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുട്ടികൾ ആരെങ്കിലും വന്ന് തിരിച്ചാൽ പോലും അത് തിരിക്കാൻ സാധിക്കില്ല, നോബ് തിരിക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്കത് ചേഞ്ച് വരുത്തണമെങ്കിൽ ആ ലോക്ക് മാറ്റിയതിന് ശേഷം, സൈഡിലാണ് ലോക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇനി വരുന്നത് നമുക്ക് സാധാ ഡൈവർട്ടർ സിസ്റ്റമാണ്. ഒന്ന് നമുക്ക് ഒരു റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത്, നമ്മുടെ ക്ലോക്ക് വൈസ് തിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഔട്ട്, രണ്ടാമത്തെ ഔട്ട്, അങ്ങനെ മൂന്നാമത്തെ ഔട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഔട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഔട്ടറിൽ വരുന്ന പ്ലേറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഔട്ടറിൽ വരുന്ന പ്ലേറ്റ് കാര്യങ്ങൾ വരുന്നത്. ജാഗ്വറിന് തന്നെ അതിൻ്റെ ബ്രൗഷർ കണ്ട, ഇതാണ് അതിൻ്റെ മുകളിൽ വരുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ നോബ് വരുന്നത്. ഈ നോബ് നമുക്ക് സെൻട്രലിൽ നിന്നും സൈഡുകളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 38 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് സെറ്റ് ചെയ്യാം, പ്ലസ് മൈനസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് നോബിൽ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് കമ്പനി മാർക്ക് ചെയ്തിട്ടുണ്ട്. 38 ഡിഗ്രി എന്ന് വന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, സെൽഷ്യസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോബുകൾ കണ്ടോ, ഔട്ട്, ഫസ്റ്റ് ഔട്ട്, സെക്കൻഡ് ഔട്ട്, 3 ഔട്ട്, അങ്ങനെ 3 ഔട്ടുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ
ഇതിലാണ് തെർമോസ്റ്റാറ്റിൻ്റെ ഏരിയ വരുന്നത്. ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഏരിയയിലാണ് നോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ കൺസീൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡിവൈസാണ് നമ്മുടെ കൺസീൽ ചെയ്ത് നമ്മുടെ ഭിത്തിയുടെ അകത്തേക്ക്, ബാത്റൂമിൻ്റെ അകത്ത് ഭിത്തിയുടെ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്നത് കറക്റ്റായിട്ട് ടൈൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ഡൈവേർട്ടർ വെക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഫിനിഷിംഗ് ലെവലുണ്ട്, മിനിമം ലെവലുണ്ട്, ഫിനിഷിംഗ് ലെവൽ, ലോ ലെവലുണ്ട്, അതായത് ടോപ്പ് ലെവലുണ്ട്, അതായത് ടൈൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും നോക്കിയിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്. ഇനി 3 ഔട്ടുകൾ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. 3 ഔട്ടിൽ ഫസ്റ്റ് ഔട്ട് നോക്കുക. അതായത് നമുക്ക് ഈ ഡൈവേർട്ടർ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഔട്ട് നമ്മൾ സ്പൗട്ടായിട്ട് എടുക്കും. അതായത് താഴെ ടാപ്പിനും പകരം കൊടുത്തിരിക്കുന്ന ഔട്ട് നമ്മൾ ഉപയോഗിക്കണം. അത് കാരണം നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നുണ്ട്, ഫസ്റ്റ് ഉപയോഗിച്ചു. സെക്കൻഡ് ഔട്ട് നമ്മൾ ഒരിക്കലും നേരെ മുകളിൽ കാണുന്ന ഔട്ട് നമ്മൾ കൊടുക്കരുത്, നേരെ ഷവറിന് വേണ്ടി കൊടുക്കരുത്. ഷവറിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാൽ നമ്മൾ 3ാമത്തെ ഓപ്ഷന് വേണ്ടി ഹാൻഡ് ഷവർ യൂസ് ചെയ്യുന്ന സമയത്ത് 3ാമത്തെ ഔട്ട് നമ്മൾ ഹാൻഡ് ഷവറിനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 3ാമത്തെ ഓപ്ഷൻ ഔട്ട് ഹാൻഡ് ഷവറിലേക്ക് തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2ാമത്തെ ഔട്ടിലൂടെ നമ്മൾ ഷവറിലേക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വന്നിട്ട് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നനയാനും കാര്യങ്ങളൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഔട്ട് നമുക്ക് സ്പൗട്ട് കൊടുക്കണം, സെക്കൻഡ് ഔട്ട് നമ്മൾ ഹാൻഡ് ഷവർ കൊടുക്കണം, 3ാമത്തെ ഔട്ട് വേണം നമ്മുടെ ഷവറിൻ്റെ ഔട്ട് കൊടുക്കാനായിട്ട്. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് ഔട്ട് നമ്മൾ സ്പൗട്ട് കൊടുത്തു, 2ാമത്തെ ഔട്ട് നമ്മൾ ഹാൻഡ് ഷവർ കൊടുത്തു, 3ാമത്തെ ഹാൻഡ് ഷവറിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തു, അതായത് 3ാമത്തെ ഔട്ട് നമ്മൾ ഷവറിന് വേണ്ടിയിട്ട് കൊടുത്തു. ഇങ്ങനെ 3 കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും സുഖമായ രീതിയിൽ സെക്കൻഡ് ഔട്ട് നമ്മൾ ഷവറിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 2ൽ നിന്ന് 1, 2, 3 ഇങ്ങനെ വരുന്ന പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പൗട്ടിൽ, അതായത് ഹാൻഡ് ഷവർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ തലയിലേക്ക് വെള്ളം വീഴാനുള്ള ചാൻസ് സെക്കൻഡ് വഴി കടന്നു പോകുന്നതുകൊണ്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പ്രോപ്പർലി ആയിട്ട് നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സാധാ ഡൈവേർട്ടറിൽ നിന്നും തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ എങ്ങനെ കൊടുക്കാമെന്നും അതെന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ മാക്സിമം ആളുകളിലേക്ക്, ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുള്ളൂ. കാരണം സാധാ ഡൈവേർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം സാധാ ഡൈവേർട്ടർ വലിയൊരു അപകട ലെവലിലേക്കാണ് പോകുന്നത്. തിളച്ച വെള്ളം കുട്ടികളുടെയോ അതുപോലെ തന്നെ അറിയാൻ പാടില്ലാത്ത ആളുകളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഷവർ വഴി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ടൈപ്പ് തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഡൈവേർട്ടർ ഡീറ്റെയിൽ ആയിട്ട് തെർമോസ്റ്റാറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുതിയ ആളുകളിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.